ഇന്ന് മീൻ വെപ്പാണ് കേട്ടോ. ഇന്ന് ഈ ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ ഇന്നലെ പണി കഴിഞ്ഞ് വരുമ്പോൾ മീൻ കണ്ടപ്പോൾ മീൻ വാങ്ങി വന്നു. ഇന്ന് ഇറച്ചി വാങ്ങിയില്ല ചേട്ടാ, കൊഴുവിയാണ് വാങ്ങിയേട്ടാ. കുറച്ച് ആളെ കൊഴുവ് വെച്ചിട്ട് ഒന്ന് കറി വെക്കണം ഇന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടാ. ഉലുവ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ടാ. അത് ചെറിയ 2 തക്കാളി കഷ്ണമുണ്ട്, അത് ഇഷ്ടമല്ല കേട്ടാ. അതിനോട് നന്നായി തീ കത്തുട്ടാ. കേട്ടാ തീയ അടുപ്പിൽ കറി വയ്ക്കുമ്പോൾ നല്ല രസമൊന്നായിട്ടില്ല കേട്ടാ. ഞങ്ങൾക്ക് ഗ്യാസില്ല നല്ല രസം. ഗ്യാസ് കഴിഞ്ഞാൽ കേട്ടാ. പിന്നെ അടുപ്പിൽ തന്നെയാണ് കത്തിക്കാറ് കുറെ. അപ്പൊ ഗ്യാസും ലാഭിക്കാം. വിറക് ഇഷ്ടംപോലെയുണ്ടല്ലോ. വിറക് ഇവിടെ കണ്ണാപ്പി പണിയാൻ വിറകൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ വിറക് നല്ല വിറക് വരുന്നുണ്ടാ. നമുക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാട്ടാ. മുളകിലേക്ക് കുറച്ചിട്ടാ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറുക്കണം എടുക്കണ്ട വെച്ചിട്ടാണ് കിട്ടും. അങ്ങനെ മുളകും ഉള്ളിയൊക്കെ കൂടി ഒന്ന് വഴങ്ങി വരട്ടാണ്. എന്നിട്ട് അങ്ങോട്ട് സെറ്റ് അവിടെ വഴങ്ങി വന്നപ്പോൾ കുറച്ച് തക്കാളി ഇടാന്ന് വെച്ചു. തക്കാളി ഇടണ ഏതാണ്? ഇഞ്ചി ഇടാടാ. ജസ്റ്റ് എടുത്ത് തീ കത്തണിട്ടാ. ഇഞ്ചി ഇട്ട് വഴങ്ങി വരുമ്പോൾ നമുക്ക് തക്കാളി പടയ്ക്കാം. തക്കാളി ഇതൊക്കെ ഇട്ടിട്ടാ. അതുകൊണ്ട് വഴങ്ങി വരട്ടെ. തക്കാളി മുളകും ഇഞ്ചിയും എല്ലാം കൂടി മിക്സായി വരട്ടേട്ടാ. ഇപ്പോൾ ഈ തീ കത്തണം കുടിച്ചിട്ടുണ്ട. ഞങ്ങളുടെ ഈ വെള്ളം കൂടി ചൂടാവും. കുഞ്ഞൂസിനെ കുളിക്കാനുള്ള വെള്ളം ചൂടായിട്ടാ. അപ്പോൾ നമുക്ക് 2 പണി നടന്നു വരും. കറിയായി, വെള്ളം ചൂടായി, ഗ്യാസും. കറിവേപ്പിൻ്റെ പൊട്ടിക്കണ്ടേ? കറിവേപ്പിൻ്റെ പൊട്ടിക്കണ്ട. നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ പൊട്ടിച്ചിട്ട് വരാം. അങ്ങനെ അടുക്കളയുടെ അടുത്താണ് ഞങ്ങൾ തെയ്യും കേട്ടാ. ആ തെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ പൊട്ടിക്കാം. ഇങ്ങനെ കറിവേപ്പിൻ്റെ തെയ്യ് അടുക്കളയുടെ അടുത്ത് തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് വരെ സുഖമായിട്ട് ലൈവ് പൊട്ടിച്ചിട്ട് കേട്ടോ. മറക്കില്ല, അടുത്ത് തന്നെ ലൈവ് നല്ല. ആ അങ്ങനെ കറിവേപ്പില അങ്ങോട്ട് വീണു കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാം. പൊടികൾ എടുത്തിട്ട് വരട്ടെ. അങ്ങനെ വഴങ്ങി വരുന്നുണ്ട് കേട്ടോ. വഴങ്ങി സെറ്റായി തുടങ്ങി. നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഒന്ന് സെറ്റാക്കാം. തക്കാളി പഴം അതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ എളുപ്പ പണിയാണ് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പൊടിക്കും അങ്ങോട്ട് ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓടിച്ചെല്ലാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇടാമല്ലോ. അളവൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അളവ് മല്ലിപ്പൊടി ഇട്ടാ. കണ്ണാപ്പി പറയുന്ന കുറച്ചുകൂടി ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചുകൂടി തരും. മുളക് പൊടി ഇടാട്ടാ. മുളക് പൊടി മീൻ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഇരിക്കട്ടെ. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാ. കുറച്ച് മഞ്ഞൾപ്പൊടി മീനും കുറച്ച് അധികം ഇടും ഞാൻ. എനിക്ക് മഞ്ഞൾപ്പൊടിയുടെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വഴങ്ങി വന്ന് എല്ലാം മൂത്തുണ്ട് കേട്ടോ. പൊടികളൊക്കെ സെറ്റായി. കുറച്ച് വെള്ളം ഒഴിക്കാം. അങ്ങനെ വെള്ളം വീഴും. ഉരുകി വന്നിട്ട് കേട്ടോ. 4 പാലൊന്ന് ഒഴിക്കട്ടോ. 2 പാല് ഇതൊന്ന് കുറുകി വരട്ടാ. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ നമുക്ക്. അതിന് ഉപ്പും വീണു. ഒന്ന് ഇളക്കി കൊടുക്കാം. അവരവർക്ക് ആവശ്യമുള്ള ഉപ്പിടാട്ടാ. അങ്ങനെ തിളച്ച് മറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറി ഒരു വിധം ആയി വന്നിട്ട് നമുക്ക് കുറച്ച് മീൻ ഇടാം. കേട്ടാ തിളങ്ങനെ കിടന്നിട്ട് കൊഴുവ തിളങ്ങനെ അങ്ങനെ മീനല്ലാതെ ഇട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ അത്യാവശ്യം മീൻ ഇട്ടിട്ടുണ്ട് നമ്മൾ. എന്താ അങ്ങനെ മീനൊക്കെ ഇട്ട് ഇനി മീനും തിളക്കട്ടെ. അങ്ങനെ മീനൊക്കെ വെന്തൊന്ന് കുറുതായിട്ട് കേട്ടാ. അത് ഫസ്റ്റ് പിഴിഞ്ഞ നാളികേരം പാല് 1-ാം പാലിന് ഒഴിക്കണം കേട്ടാ. അങ്ങനെ ഇനി ഇതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ സെറ്റായിട്ടാ. പിന്നെ ഒന്ന് കാച്ച വേണോ. നാവിലൊന്നും വരാണ്ടായി ഈശ്വര. പിന്നെ നമ്മളെ മെയിൻ സാധനം കേട്ടാ. കൊടപ്പുളിട്ടാ. പുളി ഞങ്ങൾക്ക് കുറവാണ് ഇഷ്ടം. വേറെ 2 ഇതെടുത്തിട്ടുള്ളൂ, കഷ്ണം എടുത്തിട്ടുള്ളൂ. അങ്ങനെ കൊടപ്പുളി വെള്ളത്തിലിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാട്ടാ. അത് സെറ്റായി. മീനൊക്കെ വെന്തിട്ടോ. ചെറിയ തളകളൊക്കെ വേണ്ടേ. സെറ്റ് 1-ാം പാൽ ഒഴിച്ചത് കുറുകിയിട്ടാ. ഇത് നമുക്ക് കാച്ചാള പരിപാടി നോക്കാം. അതിനാണ് ചീഞ്ചട്ടി വെച്ചിട്ടാ. ചീഞ്ചട്ടി കളറുണ്ടോന്നും പേടിക്കണ്ട. കാരണം അടുപ്പിൽ വെക്കണ കാരണം ഈ ചീഞ്ചട്ടി ഉപയോഗിക്കണം കേട്ടോ.
നീ ഇതെന്താ ചീഞ്ചട്ടി ഉള്ളിൽ എന്താ കറുത്തിരിക്കുന്നു ചോദിക്കണ്ട. അത് കാച്ചാളെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വയ്ക്കുമ്പോഴേ ചീഞ്ചട്ടി എപ്പോഴും നാശാവും. ഞങ്ങൾ അടുപ്പിലേക്ക് മാത്രം ചീഞ്ചട്ടി വെച്ചിട്ടാണ്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഭംഗിക്ക്. ചീഞ്ചട്ടി ആകുമ്പോൾ നമുക്കത് ഉപയോഗിച്ച് പെട്ടെന്ന് ഇട്ട് പെട്ടെന്ന് ചീഞ്ചട്ടി ആകുമ്പോൾ അടിപൊളിയാണ്. നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഇതായിണ്ടേ. അതാണ് അമ്മമാരുടെ ചോദിച്ചറിയാം. അമ്മമാർക്ക് ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതന്നെയാണ്. അങ്ങനെ കാച്ചി ഒഴിച്ചു. നല്ല സ്മെല്ല് വന്നു തുടങ്ങിയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീനോടെയാണ്ട് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് അപ്പം നല്ല സ്മെല്ലായിട്ടാ. ഇനി ചോറിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ശരി കേട്ടോ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കേ.